KCYM തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി തലശ്ശേരി അതിരൂപതയുടെ ഇടയനും യുവജനങ്ങളെ നെഞ്ചോടെ ചേർത്ത് സ്നേഹിക്കുകയും ചെയ്യുന്ന ആർച്ച് ബിഷപ്പ് അഭിവന്യ ജോസഫ് പമ്പ്ലാനി പിതാവാണ്. പിതാവിന് സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ എടൂർ ഫൊറോനയിലുള്ള വിവിധ ഇടവകളിൽ നിന്നും വന്നിരിക്കുന്ന യുവജനങ്ങളാണ്. നിങ്ങൾക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നതിനെക്കുറിച്ചും യഥാർത്ഥമായ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പിതാവേ, നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും. ആരാണ് ആദ്യത്തെ ചോദ്യം എന്ന് ചോദിക്കുന്നത്? അർച്ചനയാണ് ചോദ്യവുമായിട്ട് തയ്യാറായിരിക്കുന്നത്. അർച്ചന, പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് അർച്ചന ജെയിംസ്. പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്: പരിശുദ്ധ ത്രിത്വം ഒരു ദൈവിക കൂട്ടായ്മയായിട്ടാണോ അതോ ദൈവിക രഹസ്യങ്ങളുടെ ഉറവിടമായിട്ടാണോ നാം മനസ്സിലാക്കേണ്ടത്? യെസ്, അർച്ചനയുടെ ചോദ്യം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർക്ക് യുക്യാറ്റിൻ്റെ ഈ പഠന പരമ്പര ഇതിനോടകം പരിചിതമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യുക്യാറ്റിൻ്റെ ഈ പഠന പരമ്പരയിൽ നാം സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വാസം എന്നത് സഭയുടെ നിർവചിതമായ രൂപത്തിൽ ലഭ്യമാകുന്നത് വിശ്വാസ പ്രമാണങ്ങളിലാണ്. അതിൽ വിശ്വാസ പ്രമാണങ്ങളിലെ ഒന്നാമത്തെ പ്രമേയമായ സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു രഹസ്യമാണ് നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അർച്ചന ഈ ചോദ്യം ചോദിക്കുന്നത്. ദൈവം ഒരു കൂട്ടായ്മയാണോ അതോ ഒരു രഹസ്യമാണോ എന്നുള്ള അർത്ഥം അല്ലേ? എന്നോട് ചോദിക്കാമോ അർച്ചനയുടെ ചോദ്യം? പരിശുദ്ധ ത്രിത്വം ഒരു ദൈവിക കൂട്ടായ്മയായിട്ടാണോ ദൈവിക രഹസ്യങ്ങളുടെ ഉറവിടമായിട്ടാണോ നാം മനസ്സിലാക്കേണ്ടത്? ഓക്കെ, അപ്പോൾ ഒരു കൂട്ടായ്മയാണോ പരിശുദ്ധ ത്രിത്വം എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ ത്രിത്വം കൂട്ടായ്മയാണ്. മൂന്നാളുകൾ ഒന്നായിരിക്കുന്ന കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം. പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് ആളുകൾ ഒന്നായിരിക്കുന്ന സത്തയിൽ ഐക്യപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം. ഇത് ഒരു രഹസ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമെന്തോ അത് ഒരു മണ്ടത്തരമാണെന്നുള്ള അർത്ഥത്തിലല്ല. ചിലരങ്ങനെ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ചില മതവിഭാഗക്കാർ ക്രിസ്തീയ ത്രിത്വ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ക്രിസ്ത്യാനികൾ തന്നെ പറയുന്ന ഒരു രഹസ്യമാണ്, അത് മനസ്സിലാക്കാൻ പറ്റിയല്ല എന്നാണ്. അങ്ങനെയല്ല അതിനെ തിരിച്ചറിയേണ്ടത്. മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അർത്ഥശൂന്യമാണെന്നോ അത് അടിസ്ഥാനരഹിതമാണെന്നോ അല്ല അർത്ഥം. മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് അതീതമായൊരു സത്യമാണത് എന്ന് ആ സത്യത്തെ അറിയും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാകും. അതുകൊണ്ടാണ് അതിനെ രഹസ്യമെന്ന് വിളിക്കുക. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രഹസ്യത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്: ഡിവൈൻ മിസ്റ്ററി, ദൈവിക രഹസ്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ നിർവചനം ഇതാണ്: ഏതൊന്നിനെക്കുറിച്ച് നാം കൂടുതൽ പഠനം നടത്തി വിശദീകരിച്ച് കഴിയുമ്പോഴും അവ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ സത്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുവോ അതിനെയാണ് ദൈവിക രഹസ്യം എന്ന് വിളിക്കുക. അതുകൊണ്ട് ദൈവിക രഹസ്യം എന്ന് പറയുമ്പോൾ അത് യുക്തിരഹിതമായൊരു കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പറയുക. മറിച്ച് യുക്തിക്കും അപ്പുറത്തുള്ള പരമമായ സത്യമാണത് എന്നുള്ള അർത്ഥത്തിലാണ് പരിശുദ്ധ ത്രിത്വത്തെ രഹസ്യം എന്ന് വിശേഷിപ്പിക്കുക. മൂന്നാളുകൾ എങ്ങനെ ഒന്നായിരിക്കുന്നു, അതാണ് അതിനകത്ത്
യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒന്നെങ്ങനെ മൂന്നായിരിക്കുന്നു, മൂന്നെങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. സത്തയിൽ ഒന്നായിരിക്കവേ മൂന്ന് വ്യക്തികളായി അവർ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ദൈവീകമായ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് കിട്ടുന്നൊരു രഹസ്യമാണ്. എങ്ങനെയാണ് നമുക്കിത് മനസ്സിലായത് മൂന്നാളുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്ക് പറയാം ഉത്തരം? എങ്ങനെയാണ് നമുക്കിത് മനസ്സിലായത് പരിശുദ്ധ ത്രിത്വത്തിൽ മൂന്നാളുണ്ട് എന്നുള്ളത്? അർച്ചനയ്ക്ക് വെറുതെ ഒരു ഉത്തരം പറഞ്ഞു നോക്കി. എങ്ങനെയാണ് ഇത് മനസ്സിലായത് നമുക്ക്? ആരാ നമ്മളോട് പറഞ്ഞ ഇങ്ങനെ മൂന്നാളുണ്ടെന്ന്? ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഈശോയുടെ മേലെ ഇറങ്ങി വരികയും പിതാവ് ആകാശത്ത് വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയല്ലേ ചെയ്തത്? യെസ്, വളരെ നല്ല ഉത്തരവാണത്. അതായത് പരിശുദ്ധ ത്രിത്വം ഉണ്ട് എന്നുള്ളത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈശോ അത് പലയാവർത്തി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. ആ പിതാവ് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ ഈ ഭൂമി ചെയ്യുന്നതെല്ലാം അവൻ്റെ ഇഷ്ടമാണ്. ഞാൻ തിരികെ പോകുമ്പോൾ മറ്റൊരു സഹായകനായി പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഇതെല്ലാം ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്, അല്ലേ? അങ്ങനെ ആ ഒരു ദൈവീക വെളിപാടിലൂടെയാണ് പരിശുദ്ധ ത്രിത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ആ സത്യം. ആ വെളിപാടായതുകൊണ്ടാണ്, അത് ബുദ്ധിയുടെ വിഷയമല്ല, അതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അർച്ചനയ്ക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അർച്ചനയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് മറ്റു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് റോണിറ്റാണ് പിതാവ് എത്തിയിരിക്കുന്നത്. റോണിറ്റ്, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് റോണിറ്റ്. പിതാവ് ഇപ്പം പറഞ്ഞ കാര്യമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പരിശുദ്ധ ത്രിത്വം ഒരു രഹസ്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ ത്രിത്വിക രഹസ്യം പൂർണ്ണമാകുന്നത് അത് വെളിപ്പെടുമ്പോഴല്ലേ? എന്തുകൊണ്ടാണ് ഇതൊരു രഹസ്യമായി തന്നെ തുടരുന്നത്? യെസ് റോണിറ്റ്, ഇത് രഹസ്യമായി തുടരാൻ കാരണം അതിലെ വെളിപാടിൻ്റെ അന്തസത്ത നമ്മുടെ ബുദ്ധിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനാവുന്നതിലും വലിയ സത്യമായതുകൊണ്ട്, ഇല്ലേ? നമ്മൾ 1 ലിറ്റർ പാത്രത്തിനകത്തേക്ക് 100 ലിറ്റർ വെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ പാത്രത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് കവിഞ്ഞൊഴുകിപ്പോവും. എന്നതുപോലെയാണ് ഈ വെളിപാട് നമുക്ക് കിട്ടി. ഈ വെളിപാടിനെ പക്ഷേ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ബുദ്ധി മാത്രമല്ല അറിയാനുള്ള വഴി എന്ന് നമുക്കറിയാമല്ലോ. ബുദ്ധി കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പലതും അറിയുന്നുണ്ട്, ഇല്ലേ? ഈ മേശയുടെ കനം എത്രയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടി എത്രയാണ്, ഇതിൻ്റെ മാർദ്ദവം, സോഫ്റ്റ്നെസ് എന്തിരിയുണ്ട് എന്ന് ബുദ്ധി കൊണ്ടല്ല നമ്മൾ അറിയുന്നത്. നമ്മൾ പകരം തന്നെ ഇതേ തൊട്ട് നോക്കുന്നു, ഇതേ കൈ ഉരുമി നോക്കുന്നു, അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ബുദ്ധി കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് യുക്തിവാദം, റാഷണലിസം. അനുഭവങ്ങളിലൂടെ നമ്മൾ പലതും അറിയുന്നു. അതാണ് അനുഭവവാദം, എംപിരിസിസം എന്ന് തത്വചിന്തകർ പറയുന്നു. നമ്മൾ പറയുന്നു ഈ യുക്തിയും അനുഭവവും കൂടാതെ അറിയാൻ വേണ്ടി മൂന്നാമതൊരു മാർഗമുണ്ട്. ആ മാർഗമാണ് ദൈവീക വെളിപാട്. ആ വെളിപാട് സ്വീകരിക്കാൻ ദൈവം മനുഷ്യാത്മാവിനെ സജ്ജമാക്കുകയാണ്. അത് ബുദ്ധിക്ക് മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ലത്. അത് ബുദ്ധിയും അനുഭവവും ഉൾപ്പെടുന്ന മനുഷ്യൻ്റെ സമഗ്രതയെ ദൈവം ആ വെളിപാട് സ്വീകരിക്കാൻ ഒരുക്കുകയാണ്. ഏതൊരു മനുഷ്യനാണോ അത് ശരിയായി ഒരുങ്ങിയത്, ആ വ്യക്തിക്ക് ആ വെളിപാട് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാകും. അതാണ് പല വിശുദ്ധാത്മാക്കൾക്കും വളരെ കൃത്യമായി ഈ വെളിപാടുകൾ മനസ്സിലാവുകയും അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇത് വെളിപാട് മനസ്സിലാകാത്തതിൻ്റെ കാരണം നമ്മൾ ഈ വെളിപാട് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഒരുങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഒരുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ട് ഇത് രഹസ്യമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവിക വെളിപാടിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും ഒരുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് എന്നുള്ളതാണ് അതിനുത്തരം.
റോണിറ്റിന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ആരാണ് അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട്? ബിബിനാണ് പിതാവെ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ബിബിൻ. പിതാവേ, എൻ്റെ പേര് ബിബിൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഭൂമിയിൽ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മറ്റ് സഭാ വ്യക്തിത്വങ്ങൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തരുമോ? അതായത് ആടി അപ്പനിട്ടാന്ന് പറഞ്ഞതുപോലെ അത് പിതാവേ എന്ന് എന്നെ വിളിച്ചിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ എന്നാണ് ബിബിൻ ഉദ്ദേശിച്ചത് അല്ലേ? ബിബിൻ എന്നാ ചെയ്യുന്നത് ഇപ്പം? PG കഴിഞ്ഞു. PG കഴിഞ്ഞു. എന്ത് വിഷയത്തിലായിരുന്നു? MBA. ആ MBA ചെയ്തു. ഓക്കെ. അപ്പോൾ ബിബിനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കരുതെന്ന് ബൈബിളിൽ പറയുമ്പോൾ, ബൈബിൾ മലയാളത്തിലല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ ഈ പിതാവ് എന്ന് പറയുമ്പോൾ ബിബിൻ്റെ അപ്പനെ എന്നെ വിളിക്കുന്നേ ചാച്ചാന്ന് വിളിക്കുക. അതിൻ്റെ അർത്ഥവും പിതാവേ എന്ന് തന്നെയാണ് അല്ലേ? നിങ്ങൾ പപ്പാന്ന് വിളിച്ചാലും അപ്പാന്ന് വിളിച്ചാലും എന്ത് ഡാഡിന്ന് വിളിച്ചാലും എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? പിതാവേ എന്ന് തന്നെയാണ്. അപ്പോൾ ഭൂമിയിൽ ആരെയും കയറി അപ്പാന്ന് വിളിക്കരുത് എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് ഈശോ അവിടെ അത് പറയുന്നത് ഒന്നാം പ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ് ഈശോ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത് എന്ന സത്യം, ആ ദൈവപ്രമാണത്തെയാണ് ഈശോ വ്യാഖ്യാനിക്കുന്നത്. ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റാരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പനെ കയറി ഔസേപ്പിയേട്ടാന്ന് വിളിക്കണമെന്നല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പനെ അപ്പാന്ന് വിളിക്കാൻ പാടില്ലെന്നോ പപ്പാന്ന് വിളിക്കുന്നത് പാപമാണെന്നോ ഒന്നും അല്ല അർത്ഥം. മറിച്ച് നിൻ്റെ ദൈവപിതാവിന് നൽകേണ്ട സ്ഥാനം ഈ ഭൂമിയിൽ മറ്റാർക്കുമില്ല. അത് മെത്രാനിച്ചിനെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ മാത്രമല്ല, സ്വന്തം അപ്പനെ അപ്പാന്ന് വിളിക്കുന്നതും ഈശോ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഈശോ ചെയ്യുന്നത് എന്താണ്? ആത്യന്തികമായി ഒന്നാം പ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ്. ദൈവം നമുക്ക് പിതാവായിരിക്കുന്നത് പോലെ മറ്റാരും നമുക്ക് പിതാവായിരിക്കുന്നില്ല. ദൈവം ഭൂമിയിലെ നമ്മുടെ അപ്പനെ പോലെ നമ്മുടെ ജന്മത്തിന് കാരണമായ വ്യക്തിയാണ്, നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ അപ്പൻ കുഞ്ഞുനാളിൽ നമ്മളെ പരിപാലിച്ചതുപോലെ ദൈവവും നമ്മളെ പരിപാലിച്ചു. അപ്പനൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ നമ്മളെ നമ്മുടെ വഴിക്ക് വിട്ടേച്ച് അപ്പനപ്പൻ്റെ ജോലികളിൽ വ്യാപൃതനാണ്. ദൈവം അപ്പോഴും നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കും. അപ്പൻ ഒരു നിശ്ചിത കാലം കഴിയുമ്പം സ്വർഗത്തിലേക്ക് പോകും. അപ്പോഴും നമ്മളെ പരിപാലിക്കുന്നവനാരാണ്? ദൈവമായ കർത്താവാണ്. മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെയല്ല, നിത്യതയോളം അവന് പിതാവായിരിക്കാൻ കഴിയുന്നത് ദൈവമായ കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പിതൃത്വത്തെ മറ്റെല്ലാ പിതൃത്വങ്ങളിൽ നിന്നും മാറ്റി മനസ്സിലാക്കണം. അത് അതുല്യമാണ്, അതിന് സമാനമായി മറ്റൊന്നില്ല എന്നുള്ള സത്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവീക പിതൃത്വത്തിൻ്റെ ഏകാന്ത വൈശിഷ്ട്യം അഥവാ അതിൻ്റെ തനിമയാണ് ഈശോ ഈ പ്രമാണത്തിലൂടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ ചില കത്തോലിക്ക വിഭാഗങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ വികാരിച്ചിനെ അച്ചാന്ന് വിളിക്കുന്നത് ബൈബിൾ അനുസരിച്ച് തെറ്റാണ്, മെത്രാനിച്ചിനെ പിതാവേ എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് നിങ്ങൾക്കും ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നീ അപ്പനെ അപ്പാന്ന് വിളിക്കുന്നത് തെറ്റല്ലേ, ചാച്ചാന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ വിളിക്കാൻ പാടില്ല. മറിച്ച് കാരണം ഈ അരമായ പദം ആബ എന്നുള്ള ആ വാക്ക് വിവർത്തനം ചെയ്താൽ, അല്ലെങ്കിൽ പാത്തേർ എന്നുള്ള ഗ്രീക്ക് പദം വിവർത്തനം ചെയ്താൽ മലയാളത്തിലെ എല്ലാ പദങ്ങളും അതിൻ്റെ അർത്ഥപരിപ്രേക്ഷ്യത്തിൽ വരും. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവീക പിതൃത്വത്തിൻ്റെ തനിമയാണ് അവിടെ ഈശോ വിവക്ഷിക്കുന്നത്. ഓക്കെ ബിബിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റാരെങ്കിലും ഇതുപോലെ സംശയങ്ങൾ ചോദിച്ചാൽ ബിബിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുമല്ലോ? സാധിക്കും. ഓക്കെ, എങ്കിൽ നമുക്കൊരു മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? അഭിഷേകാണ് അടുത്ത ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അഭിഷേക്, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അഭിഷേക്. എൻ്റെ ചോദ്യം ഇതാണ്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് നമ്മൾ പല ധ്യാനാവസരങ്ങൾക്ക് കേൾക്കാറുണ്ട്. പിതാവിൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാഭിഷേകം യുവജനങ്ങളായി ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനാകും?
അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? യെസ്, അഭിഷേകം അല്ലേ? അഭിഷേകം ആയതുകൊണ്ടാണ് അഭിഷേകത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചത്. അഭിഷേകം എന്നാ ചെയ്യുന്നത്? ഞാനിപ്പോൾ +2 പഠിക്കുകയാണ്. ഗുഡ്. അപ്പോൾ അഭിഷേകം ചോദിച്ചതുപോലെ പരിശുദ്ധാത്മ അഭിഷേകം എന്നെല്ലാവരും പറയാറുണ്ട്. ഒന്നാമത് ഇത് എന്നെ ഈ പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ യുവജനങ്ങൾ ഇതുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ, ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അതാണ് പരിശുദ്ധാത്മ അഭിഷേകം. നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള സത്യമാണ് പരിശുദ്ധാത്മ അഭിഷേകം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മ അഭിഷേകം നമ്മിൽ ആരംഭിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെ. കുഞ്ഞുനാളിൽ നാം മാമോദീസ സ്വീകരിച്ചപ്പോൾ, യോർദാൻ നദിയിൽ ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ആ സമാനമായ സംഭവമാണ് നമ്മുടെ ഈ മാമോദീസായിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വാസമുറപ്പിക്കാൻ തുടങ്ങി എന്നുള്ളത്. എന്നാൽ നമ്മളിങ്ങനെ പാപത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ലൗകിക വ്യഗ്രതകളിൽ മുഴുകി നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ മറന്ന് ജീവിക്കും. അന്നേരം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഈ കനൽ ചാരം മൂടിക്കിടക്കുമ്പോൾ നോക്കുമ്പോൾ വെറും ചാരമായിട്ടേ കാണുള്ളൂ. പക്ഷേ അത് ചാരമൊക്കെ ഊതി മാറ്റി നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കനലുണ്ട്. ആ കനലുകൾ ചേർത്ത് വെച്ച് ഊതി കത്തിച്ചാൽ വീണ്ടും അടുപ്പിൽ തീ ഉണ്ടാകും. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് മാമോദീസായിൽ നമുക്ക് കിട്ടിയ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ജീവിതാവസാനം വരെ നമ്മളുള്ളൂ. ആ മാമോദീസായിൽ കിട്ടിയ കൗദാശിക പരിശുദ്ധാത്മ അനുഭവത്തെ നമ്മിൽ ഉജ്ജ്വലിപ്പിക്കാൻ ഇപ്പോൾ നമ്മളൊരു ധ്യാനം കൂടുമ്പോൾ, മറ്റ് ആധ്യാത്മിക കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോൾ ഒക്കെ ദൈവം അവസരം ഒരുക്കുന്നതാണ് ഈ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുക. ഇനി നമ്മളിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നാണ് അഭിഷേകിൻ്റെ ചോദ്യം, ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടെന്ന് അർത്ഥം, ഇല്ലേ? ഒരുത്തന് പിശാച് ബാധ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അറിയുന്നത്? പിശാചിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അവന് പിശാച് ബാധ ഉണ്ടെന്ന് പറയാം, ഇല്ലേ? പരിശുദ്ധാത്മാ അഭിഷേകം ഒരുവനിലുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഒരുവനിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്താണ്? പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കും. അതുകൊണ്ട് നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്താ? നമ്മൾ സഭയോട് ചേർന്ന് ജീവിക്കും, തിരുസഭയെ സ്നേഹിക്കും, തിരുസഭയ്ക്കെതിരായ അന്യായമായ ആരോപണങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും ഒക്കെ നമ്മൾ സധൈര്യം നേരിടുകയും സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. വീണ്ടും പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ആത്മാവാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ ധൈര്യവും പ്രാപ്തിയും ഉള്ളവരാകുന്നുവെങ്കിൽ ശരിക്കും നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകമുള്ളവർ. പരിശുദ്ധാത്മാവ് അഭിഷേകത്തെക്കുറിച്ചാണ് അഭിഷേക് ചോദിച്ചത്. അഭിഷേകിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചുവോ? തീർച്ചയായും. സന്തോഷമായി. താങ്ക് യു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഷജിലാണ് അടുത്ത ചോദ്യമായിട്ട് എത്തുന്നത്. ഷജിലെ പിതാവിനോട് ചോദിക്കാം. ഞാൻ ഷജിൽ കെ ജോഷി. ഞങ്ങളെക്കുറിച്ച്, അതായത് യുവാക്കളെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളൊരു പരാതിയാണ്, ചെറുതായിരിക്കുമ്പം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പോവുകയും ദൈവത്തെക്കുറിച്ച് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തെ പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു? ആ ആരോപണം ശരിയാണോ ഷജിലെ? എല്ലാവരുടെയും കാര്യത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ചു പേരൊക്കെ ഈ പറഞ്ഞതുപോലെ അതിൽ നിലനിൽക്കാൻ സാധിക്കാതെ വരുന്നുണ്ടാകും. യെസ്, അതായത് ഈശോ ഒരു ഉപമ പറഞ്ഞായിരുന്നല്ലോ, വിതക്കാരൻ്റെ ഉപമ. വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷി വന്ന് കൊത്തിക്കൊണ്ടുപോയി. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു, അത് വെയിലേറ്റപ്പോൾ വാടിപ്പോയി. ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനി 60 മേനി 30 മേനി ഫലം പുറപ്പെടുവിച്ചു, ഇല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞത് സത്യമാണ്. അതായത് ചിലരൊക്കെ എല്ലാവരും ദൈവവചനത്തോട് ഒരേ രീതിയിൽ ദൈവിക പ്രചോദനങ്ങളോട് പ്രതികരിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല.
എന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, യുവജനങ്ങൾ ഇപ്പോൾ 1 മുതൽ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചു, അത് കഴിഞ്ഞ് അവരവരുടെ വിശ്വാസം മുഴുവൻ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയുള്ള ആക്ഷേപം ഷനിൽ പറഞ്ഞതുപോലെ അതൊരു പൊതുവായി പറയാൻ പറ്റുന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസമൊന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവർ പഠനത്തിൻ്റെ വ്യഗ്രതയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഓടി നടക്കുന്നു. പക്ഷേ അവർ വിവാഹപ്രായമൊക്കെ എത്തുമ്പോൾ തിരികെ വരുന്നു. കല്യാണം കഴിഞ്ഞ് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരവരുടെ മാതാപിതാക്കളെ പോലെ തന്നെ താല്പര്യത്തോടെ പള്ളിയിൽ വരുന്നു, കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് നമസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ പോലും സ്വയമായി കുരിശ് വരയ്ക്കാത്തവൻ കൊച്ചിനെ കുരിശ് വരപ്പിച്ച് പഠിപ്പിക്കുന്നു, അല്ലേ? അതായത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവനിൽ സഭാമാതാവ് വിതച്ച, വേദപാഠത്തിലൂടെ വിതച്ച വിശ്വാസത്തിൻ്റെ വിത്ത് ഒന്നും ഉണങ്ങിയും കരിഞ്ഞുമൊന്നും പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട് എന്നും, അത് അനുകൂല സാഹചര്യത്തിൽ 100 മേനിയും 80 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ കാണുന്ന ഒരു സത്യം. അതുകൊണ്ട് വേദപാഠം പഠിച്ചിട്ട് എന്നാ ഗുണം, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ, അവർ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവരാണ് നമ്മുടെ യുവജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളതിൽ നമുക്ക് നമ്മുടെ യുവജനങ്ങളെ ഓർത്ത് അഭിമാനിക്കാം, സന്തോഷിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണ് ചിഞ്ചു, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ? പിതാവെ, ഷജിൽ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പിതാവ് പറഞ്ഞു, യുവജനങ്ങൾ അവരെ നമുക്കൊരിക്കലും വിട്ടുപോയിട്ടില്ല, അവരിപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവ് ഉത്തരം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, അവരെ അവരുടെ അനുകൂല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞ് വിവാഹം എന്ന കൂതാശയൊക്കെ ആകുമ്പോൾ അവർ വീണ്ടും വരും എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ആവശ്യത്തിന് വരുന്നത് എന്ന രീതിയിലല്ലേ, അല്ലാതെ യുവജനങ്ങൾ അത് കൃത്യമായിട്ട്, എന്നാൽ എൻ്റെ സഭ എന്നൊരു ഫീലിങ്സ് അതിപ്പോഴും എല്ലാ യുവജനങ്ങൾക്കും ഉണ്ട് എന്ന് പിതാവ് കരുതുന്നുണ്ടോ? അത് നല്ല ചോദ്യമാണ്. എൻ്റെ സഭ എന്നൊരു വികാരം യുവജനങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഞാനല്ല. എൻ്റെ പ്രായം കഴിഞ്ഞ് 50 കഴിഞ്ഞു. യഥാർത്ഥത്തിൽ KCYM പ്രസിഡൻ്റ് എന്ന നിലയിൽ ചിഞ്ചു തന്നെയാണ് ഉത്തരം പറയേണ്ടത്. യുവജനങ്ങൾക്കിടയിൽ എൻ്റെ സഭ എന്നൊരു വികാരം ഉണ്ടോ? ഷജിൽ നേരത്തെ ചോദിച്ച ആ ഒരു ചോദ്യത്തിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. തീർച്ചയായിട്ടും ഒരുപാട് യുവജനങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ചില ആവശ്യ സമയത്ത് മാത്രം സഭയെ അഭിമുഖീകരിക്കുന്ന യുവജനങ്ങളെയും ഇന്നത്തെ കാലത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു സത്യമാണ്. ആവശ്യ നേരങ്ങളിലെങ്കിലും അവർ സഭയുടെ അടുത്ത് വരുന്നുണ്ടല്ലോ എന്ന സന്തോഷമാണ് എനിക്കുള്ളത്. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവന് ഒട്ടും വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പള്ളി വരാതെ കല്യാണം കഴിച്ചവന് അവന് ജീവിക്കാമല്ലോ, അതിനകത്ത് തടസ്സമൊന്നുമില്ല. ഈ രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും അവൻ പള്ളിയിൽ തന്നെ വന്ന് വിവാഹം കഴിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വിശ്വാസ സാക്ഷ്യമാണ്, അല്ലേ? എല്ലാവരും ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമേഴ്സിനെ പോലെ ഫുൾ ടൈം ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന യുവജനങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾ KCYM പ്രവർത്തകരെ പോലെ സഭയുടെ മുന്നണി പോരാളികളായി നിന്ന് പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ നമുക്കുണ്ട്. വേറെ ചില യുവജനങ്ങൾ ഇങ്ങനെ അവർക്കിടെ ഒരു ആവശ്യം വരുമ്പോഴാണ് അവർ സഭയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അവരുടെ ഉള്ളിൽ എൻ്റെ സഭ എന്നൊരു വിചാരവും അതിൻ്റെ പൂർണ്ണതയിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതും ഒരു ദോഷമല്ല. അവരും ദൈവത്തിലേക്കുള്ള സഭയിലേക്കുള്ള ആകർഷണ വലയത്തിൽ തന്നെയാണ് അവരും നിലകൊള്ളുന്നത്. ഇപ്പോൾ അല്പം ഔട്ടർ സർക്കിളുകളിലാണെന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ദേ ആർ വിതിൻ ദി എംബ്രേസ് ഓഫ് ദ ചർച്ച്. അതാവെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ യുവാക്കൾക്ക് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകപ്പെടുന്ന പരിശീലന പദ്ധതികളൊക്കെ
അവർക്ക് പര്യാപ്തമായ ഒന്നാണ് എന്ന് തോന്നുന്നുണ്ടോ? പര്യാപ്തമാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉപയുക്തമായ ഒരു യുവജന പഠന പദ്ധതി എന്ന് പറയുന്നത് അത് അസാധ്യമായൊരു കാര്യം. കാരണം യുവജനങ്ങളെ പോലെ വെറൈറ്റി ഓഫ് ടേസ്റ്റുകളുള്ളവർ ആരും ഉണ്ടെന്ന് തോന്നില്ല. കൊച്ചുങ്ങളോടാണെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്, മുതിർന്നവരോടാണെങ്കിൽ പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ യുവജനങ്ങളുടെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, അവരുടെ ടേസ്റ്റുകൾ എല്ലാം എൻറ്റയർലി ഡിഫറൻ്റാണ്. അതൊരു യൗവനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരങ്ങനെ ഒരു കോമൺ കാര്യത്തിൽ നിന്നുകൊണ്ടല്ല അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മളൊരു പഠന പദ്ധതിയൊക്കെ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും അത് പൊതുവായൊരു പ്രിൻസിപ്പിളിൽ, തത്വത്തിൽ നിന്നുകൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ യൗവനത്തിന് വേണ്ടത് അങ്ങനെ ഒരു പൊതുവായ കർമ്മ പദ്ധതി അല്ല. ഇപ്പോൾ യുക്യാറ്റ് സഭ യുവജനങ്ങൾക്ക് വേണ്ടി നൽകുന്നൊരു മതബോധന ഗ്രന്ഥം. അതൊരു പൊതു തത്വങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഈ പറയുന്ന തത്വങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെ പ്രയോഗപദത്തിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് അത് നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുക എന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ, കാരണം നമ്മളുടെ ചിന്തകൾ, നിങ്ങളിടുന്ന ഉടുപ്പും തുണിയും തന്നെ നോക്കുക, ഓരോ കൊല്ലവും അത് മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ അളവ്. അതേസമയം ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അങ്ങനെ മാറിയല്ല, ശരീര വളർച്ച തീർന്നു, പിന്നെ ആ ഉടുപ്പ് കുറേ കാലത്തേക്ക് ഇട്ടുകൊണ്ട് നടക്കാം, അല്ലേ? എന്നതുപോലെയാണ് യുവജനങ്ങളുടെ ഈ പരിശീലന പദ്ധതിയും. യൗവനം എന്ന് പറഞ്ഞാൽ 15 മുതൽ 35 വരെയുള്ള ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു പൊതുവായ പഠന പദ്ധതി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്, അസാധ്യമായൊരു കാര്യമാണ്. കാരണം ഓരോ പ്രായത്തിലും ടീനേജേഴ്സിൻ്റെ കാഴ്ചപ്പാടല്ല ഒരു 20-കാരൻ്റെ കാഴ്ചപ്പാടല്ല ഒരു 30-കാരനുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? അതുകൊണ്ട് ആ പഠന പദ്ധതികളെ ഓരോ പ്രായത്തിനും കാലത്തിനും ദേശത്തിനും അനുസൃതമായി കസ്റ്റമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രദേശത്തെയും യുവജനങ്ങളും അജപാലകരും ചേർന്ന് നടത്തേണ്ട ഒരു കർമ്മപദ്ധതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങളുടെ അജപാലകരോട് സംസാരിക്കുകയും അജപാലകർ യുവജനങ്ങളെ അവരായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു പഠന പദ്ധതി അതിൻ്റെ ശരിയായ ദിശയിലെത്തുക. ഏറെ പ്രസക്തമായ ചോദ്യമായിരുന്നു നിങ്ങൾ ഉന്നയിച്ചത്. നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ട ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. മറ്റ് സംശയങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. അഭിമന്യ പിതാവേ, കാലികമായ പ്രസക്തമായ ചോദ്യങ്ങളാണ് നമ്മുടെ യുവജനങ്ങൾ ഇന്ന് പിതാവിനോട് ചോദിച്ചത്. കാരണം പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ യുവജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഏറെ സംശയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇത് ഗ്രഹിക്കാൻ വളരെ കഠിനമാണ് എന്നാണ് പലപ്പോഴും അവർ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ യുവജനങ്ങളുടെ ജീവിത ശൈലിയെക്കുറിച്ചും ഏറെ വിമർശനങ്ങൾ അവർ നേരിടുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഇത്രയും നേരം ഉത്തരം നൽകുകയായിരുന്നു. അങ്ങേക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ല നല്ല ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ആയിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിന് മേഖലയാകുമ്പോൾ ഈ ചോദ്യങ്ങൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ കൂടുതൽ സഹായിക്കും എന്നുള്ളത് സത്യമാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.